വന നിയമ ഭേദഗതി മാറ്റത്തിനൊരുങ്ങി വനം വകുപ്പ്. എതിർപ്പുയർന്ന വ്യവസ്ഥകളിൽ തിരുത്തു പരിഗണനയിൽ 31-ന് തീരുന്ന ഹിയറിംഗിന് ശേഷം മാറ്റങ്ങൾ വരുത്തും. വി വിനോദ വിവരങ്ങളുമായി ചേരും. വിനോദ, ഈ വന നിയമ ഭേദഗതിയിൽ മാറ്റത്തിനൊരുങ്ങുകയാണ് വനം വകുപ്പ് എന്ന് മനസ്സിലാക്കുന്നു. വലിയ ആശങ്കയുണ്ടായിരുന്നു മലയോര ജനതയ്ക്ക്. അത് മാത്രമല്ല, ഇടതുമുന്നണിയിലടക്കം ഈ വിഷയത്തിലുള്ള ഭിന്നത നമ്മൾ കണ്ടതാണ്. എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കേണ്ടത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഇടതുമുന്നണിയിൽ തന്നെ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഈ ഭേദഗതി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. മലയോര കർഷകരെയും മലയോര ജനതയെയും സർക്കാരിനെ എതിരാക്കാത്ത തരത്തിലുള്ള നടപടികളിലേക്ക് പോകണം എന്ന പൊതുവികാരമാണ് പൊതുവിൽ LDF-ലുള്ളത്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എം നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണ്. വനം മന്ത്രിയാകട്ടെ കഴിഞ്ഞ ദിവസവും ഭേദഗതിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇത് കർഷകർക്ക് സംരക്ഷണമാകുന്ന തരത്തിലാണ് ഭേദഗതി എന്ന കാര്യമാണ് ഉയർത്തുന്നത്. പക്ഷേ കൃഷിഭൂമി ഉൾപ്പെടെ ബഫർ സോണിലേക്ക് പോകുമോ, വനമേഖലയായി പ്രഖ്യാപിക്കപ്പെടും എന്നതടക്കമുള്ള ആശങ്കയാണ് കേരള കോൺഗ്രസ് എം പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, ബീറ്റ് ഓഫീസർക്ക് റേഞ്ച് ഓഫീസർമാരുടെ അടക്കം അധികാരം നൽകുന്നത്, അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉൾപ്പെടെ നൽകുന്നത് അമിതാധികാരത്തിന്റെ പ്രയോഗത്തിന് ഇടവരുത്തും എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വന്യജീവികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആളുകൾക്കെതിരെ നടപടി, അത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം എന്ന കാര്യം കൂടി കേരള കോൺഗ്രസ് എം പറയുന്നുണ്ട്. ഭവ്യ, ശരി. വി വിനോദാണ് വിവരങ്ങൾ.